ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഓയിൽ ഫ്രീ ബിരിയാണിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. വളരെ ഹെൽത്തി ആയ റെസിപ്പിയാണ്. കാരണം നമ്മളിതിൽ കുറേ വെജിറ്റബിൾസും നട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. ഒട്ടും തന്നെ നമ്മൾ നെയ്യോ എണ്ണയോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയും. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾ ചിലപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നേക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ബിരിയാണി തയ്യാറാക്കാൻ നമുക്ക് ആദ്യം ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 6-7 പേർക്കുള്ള ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഒരു അളവിന് ഞാനിവിടെ ഒരു വലിയ അരമുറി തേങ്ങയും പിന്നെ ഒരു വലിയ പിടിയോളം മല്ലിയിലയും പുതിനച്ചപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബിരിയാണിയുടെ ഒരു നല്ലൊരു ഫ്ലേവർ എന്ന് പറയുന്നത് പുതിനയുടെയും മല്ലിയുടെയും തന്നെയാണ്. പിന്നെ വഴിയെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ ഒരു ഹൈലൈറ്റാണ്. ഇതുപോലെ തേങ്ങയും മല്ലിയിലയും പുതിനയിലയും പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ വെജിറ്റബിൾസും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ ആദ്യം ഒരു പാൻ എടുത്ത് അതിലേക്കൊരു 3 വലിയ ഉള്ളി അരിഞ്ഞെടുത്താണിത്. പിന്നെ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. 3 തക്കാളിയാണ്, മീഡിയം സൈസ് 3 തക്കാളി. പിന്നെ സോയാബീൻ ഞാനൊരു അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്, അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക്, 2 പിടി പച്ചപ്പട്ടാണി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ ഉപ്പ്. അപ്പോൾ പച്ചക്കറിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അളവ് ചേർത്ത് കൊടുക്കാം. അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. എങ്കിലേ നമുക്ക് ആ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ആ വെജിറ്റബിൾസിൽ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ശേഷം ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വെച്ച് എടുക്കുക. ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇതിൽ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഉള്ളിയുടെയും തക്കാളി വെള്ളം അതിലുള്ളത് കൊണ്ട് വേറെ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് കഷ്ണം ഒരുപാട് ഉടയാത്ത രീതിയിൽ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപാട് ഓവറായിട്ട് വേവ് ആവേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം വേവ് ആവശ്യമുള്ളൂ. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ, പുതിന, മല്ലിയില, ഗരം മസാല ഇവ ചേർത്ത് ഇളക്കിയ മിശ്രിതം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. തേങ്ങാപ്പാൽ അല്പം വെള്ളം ചേർത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് നന്നായി പിഴിഞ്ഞെടുത്താൽ മതിയാകും. തേങ്ങാപ്പാൽ തയ്യാറാക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത്. അപ്പോൾ നമുക്ക് ആ ബിരിയാണിയിൽ അതിൻ്റെ ഒരു ഫ്ലേവർ വളരെ ടേസ്റ്റ് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വെള്ളം ഒരുപാട് ചേർക്കാതെ പിഴിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിനയുടെയും മല്ലിയുടെയും ആ ഒരു ഫ്ലേവർ പോലെ തന്നെ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും ഈ ഒരു ബിരിയാണിക്ക് വളരെ ടേസ്റ്റ് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട്, ഈ ഒരു ബിരിയാണിയുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇത് റൈസുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ റൈസ് ആദ്യം തന്നെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബസ്മതി റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വെള്ളം വയ്ക്കുമ്പം തന്നെ അതിലേക്ക് കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, പട്ട ഇവ ചേർത്തിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. എന്നിട്ട് അതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് വെന്ത് വരുമ്പോൾ നമ്മൾ സാധാ റൈസ് വാർത്തെടുക്കുന്ന പോലെ തന്നെ വാർത്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് റൈസും തയ്യാറാക്കാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ ആദ്യം റൈസ്, പിന്നെ അതിൻ്റെ മുകളിൽ മസാല എന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. 5 ഗ്ലാസ് ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ചോറ് വയ്ക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ റൈസ് വേവിച്ചെടുത്താൽ മതിയാകും. ഇതൊരു തിളയ്ക്കുമ്പോഴേക്ക് തന്നെ റൈസ് വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരുപാട് വേവാതെ ശ്രദ്ധിക്കുക. പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബറിന് അടുത്തായിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടിയുണ്ട്. അതുകൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. താങ്ക് യു.